സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ വീണ്ടും വരികയാണ്. മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. ശബരിമലയിൽ ദ്വാരപാലക പാളികൾ വീണ്ടും ഇളക്കും. ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ചുള്ള SITയുടെ ശാസ്ത്രീയ പരിശോധന തിങ്കളാഴ്ചയായിരിക്കും നടക്കുക. അതിനിടെ 2 തവണ നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതെയിരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന് അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് സൂചന. R. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ഒന്ന് ഈ ദ്വാരപാലക പാളി വീണ്ടും ഇളക്കും എന്നുള്ളതാണ്. കോടതി നിർദ്ദേശമാണ്. അത് ഏത് തരത്തിലായിരിക്കും മുന്നിലേക്ക് പോകുന്നത്? മറ്റൊന്ന് പത്മകുമാറാണ്. ഇതുവരെയും പത്മകുമാർ SITക്ക് മുന്നിൽ പോലും ഹാജരായിട്ടില്ല. അറസ്റ്റ് പേടിച്ചാകാം എന്ന് പോലും നമ്മൾ പറയുമ്പോഴും ഇനി ഹാജരായില്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റിലേക്ക് തന്നെ നീങ്ങുമെന്നുള്ള തീരുമാനം SIT എടുത്തു കഴിഞ്ഞോ? പൂജ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ശബരിമല സന്നിധാനത്തെ ശ്രീകോവിലിലെ ദ്വാരപാലക പാളികൾ വീണ്ടും ഇളക്കി പരിശോധിക്കും എന്നുള്ളതാണ്. ശബരിമല സന്നിധാനത്ത് ഈ ഉരുപ്പടികൾ സംബന്ധിച്ച് ശാസ്ത്രീയ പരിശോധന നടത്താൻ SITക്ക് കഴിഞ്ഞ തവണ ഉത്തരവിലൂടെ ഹൈക്കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിങ്കളാഴ്ച, അതായത് മണ്ഡലകാലം ആരംഭിക്കുന്ന വൃശ്ചികം 1-ാം തീയതി തിങ്കളാഴ്ച ഈ പരിശോധന നടത്താൻ SIT തീരുമാനിച്ചിരിക്കുന്നത്. ദ്വാരപാലക പാളികൾ കഴിഞ്ഞ മാസമാണ് ആ ദ്വാരപാലക പാളികൾ അവിടെ വീണ്ടും പ്രതിഷ്ഠിച്ചത്. അതായത് 2025-ൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് വീണ്ടും കൊണ്ടുവന്ന ദ്വാരപാലക പാളികൾ ഈ വിവാദത്തിനിടെ അത് വീണ്ടും പുനഃസ്ഥാപിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് വീണ്ടും ഇളക്കി പരിശോധിക്കാനാണ് SIT ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ദ്വാരപാലക പാളികൾ, അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈവശം കൊടുത്തുവിട്ട കട്ടളപ്പാളികൾ, അതിനൊപ്പം തന്നെ തൂണുകളിലെ ഒട്ടിച്ചിരിക്കുന്ന പാളികൾ, ഇതെല്ലാം വിശദമായി ശാസ്ത്രീയ പരിശോധന നടത്താനാണ് SITക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ 98-ൽ ഗോൾഡ് ക്ലാഡ് ചെയ്ത ഉരുപ്പടികൾ കൂടി പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പരിശോധന തിങ്കളാഴ്ച നടത്താൻ SIT തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ദ്വാരപാലക പാളികൾ ഒരിക്കൽ കൂടി ഇളക്കി ശാസ്ത്രീയമായ പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് A. പത്മകുമാറിൻ്റെ ചോദ്യം ചെയ്യൽ ഇതുവരെ നടന്നിട്ടില്ല. 2 തവണ നോട്ടീസ് കൊടുത്തതാണ്. വീണ്ടും രണ്ടാമത് നോട്ടീസ് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധു മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാണ് അദ്ദേഹം വരാതിരുന്നത്. ഇന്ന് SITക്ക് മുമ്പാകെ ഹാജരാകുമെന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതുവരെ പത്മകുമാർ ഹാജരായിട്ടില്ല. അതിനൊപ്പം തന്നെ വീണ്ടും ഹാജരായിട്ടില്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് SITയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണം തുടങ്ങി ഇതുവരെയും പ്രതിപട്ടികയിൽ ഉണ്ടായിട്ടും ഇതുവരെയും ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിക്കാത്തത് വലിയ സംശയങ്ങൾക്ക് ഇട നൽകുന്നുണ്ട്. അസ്വാഭാവികമായൊരു ആനുകൂല്യം പത്മകുമാറിന് ലഭിക്കുന്നുണ്ടോ എന്നുള്ള സംശയം ബലപ്പെടുന്നുണ്ട്. ആ രീതിയിലുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്. കാരണം ഈ കേസിൽ പ്രധാനപ്പെട്ട പ്രതിസ്ഥാനത്തുള്ളത് 2019-ലെ ദേവസ്വം ബോർഡ് തന്നെയാണ്. ആ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ് A. പത്മകുമാർ. കമ്മീഷണറായിരുന്ന N. വാസു അറസ്റ്റായി ഇപ്പോൾ റിമാൻഡിലാണ്. നേരത്തെ അറസ്റ്റിലായവരുടെ മൊഴികളടക്കം പത്മകുമാറിനെതിരെ ഉണ്ട് എന്നുള്ള സൂചനകളും പുറത്തു വന്നു. എന്നാൽ ഇത്രയും അന്വേഷണം നീണ്ടിട്ടും രാഷ്ട്രീയ സ്വാധീന ശക്തിയുള്ള ഒരു പ്രതിസ്ഥാനത്തുള്ള വ്യക്തി ഇപ്പോഴും ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരാത്തത് വലിയ സംശയങ്ങൾക്ക് ഇട നൽകുന്നുണ്ട്. എന്തുകൊണ്ടാണ് SIT ഈ പത്മകുമാറിനെ ചോദ്യം ചെയ്യാത്തത് എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ വാസുവിന്റെ അറസ്റ്റോടുകൂടി അത് CPM-നും സർക്കാരിനും ഒരു പ്രതിച്ഛായ നഷ്ടം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പത്മകുമാറിലേക്ക് ഉടൻ തന്നെ എത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത്. മുൻപും നോട്ടീസ് നൽകിയിട്ടും മുന്നിലേക്ക് വന്നിട്ടില്ലായിരുന്നു പത്മകുമാർ. കടുത്ത നടപടിയാണോ SIT സ്വീകരിച്ചത് എന്നാണ് അറിയേണ്ടത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇനി നോട്ടീസ് നൽകി വിളിപ്പിക്കുമ്പോൾ വന്നില്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റിലേക്ക് കടക്കുമോ എന്നാണ് നമുക്കിനി അറിയേണ്ടതായിട്ടുള്ളതും. ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഈ ശബരിമല ദ്വാരപാലക പാളികൾ വീണ്ടും ഇളക്കും. അതിൽ ശാസ്ത്രീയ പരിശോധന തിങ്കളാഴ്ചയായിരിക്കും നടക്കാൻ പോകുന്നത്. R. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.